റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ രുചിയിലൊരു ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസും അതിന് കോമ്പിനേഷനായിട്ട് ഒരു ഗാർലിക് ചിക്കനും ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കി വീട്ടുകാരെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. ഏതായാലും അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 1.5 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൈമ അരിയാണ്, ചെറിയ അരിയാണ്. ഞാൻ ലോങ് റൈസ് അല്ല ഇതിനെടുക്കാറ്. ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഈ അരി തന്നെയാണ് എടുക്കുന്നത്. 240 ml ഈ ഒരു കപ്പിന് 1.5 കപ്പ് മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിലും ഇതേ അളവ് തന്നെയാണ് കിട്ടുക. ഏതായാലും നമുക്ക് ഈ അരി ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ലപോലെ വെള്ളം തെളിയുന്ന വരെ കഴുകണം. ഇനി ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരി ഒന്ന് ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. വെള്ളം തിളപ്പിച്ച് അതിൽ അരിയിട്ട് ഊറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. എനിക്ക് ഏതായാലും ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അരി നല്ലപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യുക. ഇനി അതിനുശേഷം അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് അരി ആയതുകൊണ്ട് അതിൻ്റെ ഇരട്ടി, അതായത് 3 കപ്പ് വെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രയും ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്ത് വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പം തന്നെ നമുക്ക് ചോറിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ്, അതാണ് കണക്ക്. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ മതി. കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെച്ചാൽ പിന്നെ അതിനെപ്പറ്റി ബോദർ ചെയ്യേണ്ട. 7 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. ഇനി ചിക്കൻ ഞാൻ ബോൺലെസ് അല്ല, വിത്ത് ബോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 200-250 ഗ്രാം ചിക്കനുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു മുട്ടയുടെ വെള്ള. മുഴുവനായിട്ട് എടുക്കുന്നില്ല, അല്പം മാത്രം. ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഗാർലിക് ചിക്കനുള്ള പ്രിപ്പറേഷനാണ്. ഇനി 2 കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് ഗാർലിക് പേസ്റ്റാണ്, 1 ടീസ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ്. സോയാ സോസ് ഉള്ളതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ചേർക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് ഗാർലിക് ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് നിരത്തി വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ കുക്കാവുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. മാക്സിമം ഒരു 10 മിനിറ്റ് അതിൽ തന്നെ കുക്കായി വരും. കാരണം ചെറിയ പീസസ് ആണല്ലോ. വല്ലാതെ കുക്കായി ഡ്രൈ ആയി പോകരുത്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു വെക്കിയിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ അരി റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വേവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നാരങ്ങ നീര് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒട്ടിപ്പിടിക്കാതെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ അരിയുടെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ചിക്കൻ ഏതാണ്ട് കറക്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം പാനിൽ വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. ചൈനീസ് കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ.
നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. ബ്രൗൺ കളർ ആവണ്ട. ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇനി ഒരു 4 പച്ചമുളക്, നമ്മുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ധാരാളമായിട്ട് വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. ഈ സ്പ്രിംഗ് ഓണിയൻ ചേർത്താലേ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉള്ള അതേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതും അല്പം ധാരാളമായിട്ട് തന്നെ ചേർക്കാം. ഇനി വേണ്ടത് ക്യാപ്സിക്കം. ഞാനൊരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രം നമുക്ക് ഗാർലിക് ചിക്കനിലേക്ക് എടുക്കാം. ബാക്കി ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ചില്ലി സോസ് ആവാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും ആദ്യം ചേർക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതേത് സ്റ്റേജിൽ നമുക്ക് സോസസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആ സോസസൊക്കെ പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ അവർ ഫുഡ് കളർ ചേർക്കും. അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അപ്പോൾ എരിവ് കൂടുകയുമില്ല, കളർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതൊരു ഗ്രേവി ആക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതൊഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ലൈറ്റായി പോയോ എന്ന്. പക്ഷേ കോൺഫ്ലവർ ഒട്ടും കൂട്ടണ്ട. ഇത് തിളച്ച് വരുമ്പോൾ നല്ലപോലെ കുറുകി വരും. കണ്ടിപ്പോൾ തന്നെ കുറുകിയിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. സോയാ സോസിൻ്റെ ഒരു ചെറിയ കുറവ് തോന്നി. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് അതേ ചിക്കൻ്റെ തന്നെ ബ്രസ്റ്റ് പീസസ് ആണ്, ബോൺലെസ് പീസസ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനും നേരത്തെ ഉപയോഗിച്ച എണ്ണയുടെ ബാക്കി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരു 5 മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് വരുമ്പോഴേക്കും തന്നെ കുക്കാവും. കണ്ടോ, കളറൊക്കെ ചേഞ്ചായി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. കുക്കായ ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇടാനുണ്ട്. അതിൽ 1 മുട്ട നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ വെള്ളം എടുത്തതിൻ്റെ ബാക്കി. അതും പിന്നെ 1 മുട്ടയും കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യാൻ ഒഴിച്ചു വയ്ക്കാം. സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാതെ ഡ്രൈ ആയി പോകണ്ട. നല്ലോണം ഒന്ന് കുക്കായി സ്ക്രാമ്പിളായി വരുമ്പോൾ എടുത്ത് മാറ്റാം. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ചിക്കൻ പീസസിൻ്റെ കൂടെ തന്നെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, ചെറുതായി അരിഞ്ഞത്. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള സോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ച്. ആ വെളുത്തുള്ളിയുടെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ 1 സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഗാർലിക് ചിക്കന് ചെയ്ത അതേ പ്രോസസ്സൊക്കെ തന്നെ.
ഒരല്പം സ്പ്രിംഗ് ഓണിയനും ചേർത്തിട്ടുണ്ട്. ഇത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഈ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ സോട്ട് ചെയ്യുമ്പോൾ കുക്കായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയായിരുന്നു ഗാർലിക് ചിക്കൻ ഉപയോഗിച്ച്, അതിൻ്റെ ബാക്കി പകുതിയാണിത്. ഇനി നമുക്ക് ചിക്കനും എഗ്ഗും എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചൂട് കുറയ്ക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം എല്ലാം ചെയ്യാൻ. 1 ടീസ്പൂൺ സോയാ സോസ് ഇതിലും ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസും. ചില്ലി സോസ് റെഡ് ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഗ്രീൻ ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസുമായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമേ ബാക്കിയുള്ളൂ. നല്ല മണമാണ്, നല്ല സ്വാദുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൈസുമായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച അതേ രുചിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളിത് ഈ ഗാർലിക് ചിക്കൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയുടെ ഫീഡ്ബാക്കും ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പിയുടെ ഫീഡ്ബാക്കും തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.